മായ ഉച്ചവെയിലിൽ കോസ്റ്റാറിക്കയിലെ നിത്യഹരിതവനത്തിന്റെ ഹൃദയത്തിൽ ഞാൻ തലയുയർത്തി നിന്നു. എന്റെ പേരാണ് ഡിപ്റ്റീരിക്സ് ഒളിഫേറ. നാട്ടുകാർ സ്നേഹത്തോടെ ടോങ്ക ബീൻ മരം എന്ന് വിളിക്കും. തലമുറകളായി ഈ വനത്തിൽ ഞാൻ വേരൂന്നി വളരുന്നു. എന്റെ ശിഖരങ്ങൾ ആകാശത്തിലേക്ക് പടർന്നുകയറുന്നു. മറ്റു മരങ്ങളെപ്പോലെയല്ല എന്റെ ജീവിതം. എനിക്കൊരു പ്രത്യേക കഴിവുണ്ട്, ഇടിമിന്നലിനെ മെരുക്കാനുള്ള കഴിവ്. മഴക്കാറുകൾ കറുക്കുമ്പോഴും ആകാശം ഗർജിക്കുമ്പോഴും മറ്റു മരങ്ങൾ ഭയന്ന് വിറയ്ക്കുമ്പോൾ ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കും. ആ ഭീകരമായ ഊർജ്ജത്തെ എന്റെ തടിയിലേക്ക് ആവാഹിക്കാൻ എനിക്ക് കഴിയും. ഒരു ഇലക്ട്രിക് വയറിലൂടെ വൈദ്യുതി കടന്നുപോകുന്ന ലാഘവത്തോടെ ആ മിന്നൽ എന്റെ ഉള്ളിലൂടെ ഒഴുകി നടക്കും. എന്നെ അത് ഒട്ടും വേദനിപ്പിക്കില്ല. എന്നാൽ ഈ മിന്നൽ വെറുതെ പാഴായി പോകാറില്ല. എന്റെ ചുറ്റുവട്ടത്തുള്ള ശത്രുക്കളെ നശിപ്പിക്കാനുള്ള ഒരു ആയുധം കൂടിയാണതെനിക്ക്. എന്റെ വളർച്ചയ്ക്ക് തടസ്സമുണ്ടാക്കുന്ന മറ്റു കുഞ്ഞൻ മരങ്ങളും എന്റെ തടിയിലേക്ക് പടർന്നുകയറുന്ന വള്ളിച്ചെടികളും ആ മിന്നലിന്റെ ശക്തിയിൽ വെണ്ണീറായി മാറും. അങ്ങനെ എന്റെ സാമ്രാജ്യം കൂടുതൽ വിശാലമാകും. സൂര്യരശ്മി കൂടുതൽ എളുപ്പത്തിൽ എന്നെ തേടിയെത്തും. എന്റെ വേരുകൾക്ക് കൂടുതൽ മണ്ണിൽ ആഴത്തിലിറങ്ങിച്ചെല്ലാനാകും. എന്റെ ഉയരം കണ്ടോ? 55 മീറ്റർ വരെ ഞാൻ വളരും. അത്രയും ഉയരമുള്ളതുകൊണ്ടുതന്നെ മിന്നൽ എന്നെ തേടിയെത്താനുള്ള സാധ്യതയും കൂടുതലാണ്. ഓരോ മിന്നൽ പ്രഹരവും എന്നെ കൂടുതൽ ശക്തനാക്കും. അത്ഭുതമെന്നു പറയട്ടെ, ഓരോ മിന്നലിൽ നിന്നും ഞാൻ കൂടുതൽ ഊർജ്ജം സംഭരിക്കുകയും അത് എന്റെ വിത്തുകളുടെ ഉൽപ്പാദനത്തെ വളരെയധികം വർദ്ധിപ്പിക്കുകയും ചെയ്യും. എന്റെ കായ്കൾക്കുള്ളിലെ ടോങ്ക ബീൻസ് സുഗന്ധദ്രവ്യങ്ങളുണ്ടാക്കാൻ ആളുകൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. എന്റെ ഈ പ്രത്യേക കഴിവ് എന്റെ വംശത്തെ നിലനിർത്താൻ ഒരുപാട് സഹായിക്കുന്നു. ആമസോൺ നദിയുടെ തീരങ്ങളിലും എന്നെ ധാരാളമായി കാണാം. അവിടെയും ഞാൻ തലയുയർത്തി നിൽക്കുന്നു. മിന്നലിനെ വരുതിയിൽ നിർത്തി എന്റെ വളർച്ചയ്ക്ക് തടസ്സമുണ്ടാക്കുന്നവരെ ഞാൻ ഇല്ലാതാക്കുന്നു. പ്രകൃതിയുടെ ഈ വിചിത്രമായ നിയമം എന്നെ അതിശക്തനാക്കുന്നു. അതുകൊണ്ട് അടുത്ത തവണ ഇടിമിന്നലുണ്ടാകുമ്പോൾ ഓർക്കുക, ഭൂമിയിൽ എന്റെ പോലുള്ള ചില അത്ഭുതകരമായ മരങ്ങൾ ആ ഊർജ്ജത്തെ സ്വന്തം വളർച്ചയ്ക്കു വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെന്ന്. ഞാൻ ഡിപ്റ്റീരിക്സ് ഒളിഫേറ, ഇടിമിന്നലിനെ മെരുക്കുന്ന വനത്തിലെ പോരാളി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.